ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ലുലു മോളിലുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മൾ നേരെ ചെന്ന് ഇപ്പം തന്നെ അതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം അങ്ങനെ റഷൊന്നുള്ള സമയമില്ലായിരുന്നു. പിന്നെ നേരെ ചെന്നു ഒരു സീറ്റൊക്കെ പിടിച്ച് നമ്മളവിടെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പേപ്പറിൽ അവരുടെ ഹിസ്റ്ററിയൊക്കെ 86 ഇയേഴ്സായിട്ട് തുടങ്ങിയതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നല്ല കരിങ്ങാലി വെള്ളം തരും. കരിങ്ങാലി വെള്ളം ദാ ഇതുപോലെ എടുത്ത് നല്ല സ്റ്റൈലിൽ കുടിക്കണം. ഇത്ര എക്സ്പ്രഷനൊന്നും ഇടാനൊന്നുമില്ല. നമ്മൾ സാധാരണ കിട്ടുന്ന സാധാരണ കരിങ്ങാലി വെള്ളം തന്നെയാണ് അത്. ഇത് നമ്മൾ ഇരുന്ന സീറ്റിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് നോക്കുമ്പോൾ ദാ ഇങ്ങനെ മെട്രോ ഒക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അതൊരു കിടിലം വ്യൂ ആണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു. അപ്പം നമ്മൾ മെട്രോയിൽ കൂടെ ട്രെയിൻ പോകുമെന്ന് പ്രതീക്ഷിച്ച് വായി നോക്കിയിരുന്നു. പക്ഷേ ട്രെയിനൊന്നും വന്നില്ല. നമ്മൾ വെറുതെ അവിടെയൊക്കെ നോക്കി ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ ചിക്കൻ സൂപ്പ് വന്നു. ചിക്കൻ സൂപ്പ് കൊള്ളായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ചിക്കൻ സൂപ്പായിരുന്നു. അതിൻ്റെ കൂടെ എന്താ പറയുന്നത്, ഒരു സേവ് എന്നൊക്കെ പറയുന്നൊരു സാധനമില്ലേ, അതതിൻ്റെ മുകളിൽ ഇങ്ങനെ ടോപ്പിങ്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സൂപ്പ് കുടിക്കുമ്പം അതിങ്ങനെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരൊറ്റ സൂപ്പ് മതി, നമ്മുടെ വയറ് ഓൾമോസ്റ്റ് ഫുള്ളാവും. പക്ഷെ നമ്മൾ ഡയറ്റിംഗ് ചെയ്യുന്നില്ലല്ലോ, അപ്പം നമുക്ക് പിന്നെ തിന്നാമല്ലോ. അപ്പം നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഫിഷ് കറി മീൽസ് ആയിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ഒരുപാട് കറികളൊക്കെ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, സത്യസന്ധമായ അഭിപ്രായമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത്രയ്ക്കെങ്ങും ഒരു വലിയ ഗുമ്മൊന്നുമില്ല കേട്ടോ ഈ ഫിഷ് കറി മീൽസിന്. ഫിഷിനൊന്നും അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ വെജിറ്റബിൾ കറികളും എല്ലാം നല്ലതാണ്. ഈ പായസവും നല്ല കിടിലനായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി നല്ല ബിരിയാണിയായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളൊരു ചിക്കൻ ബിരിയാണിയും കൂടെ അവക്കുട്ടന് ഓർഡർ ചെയ്തു. അവക്കുട്ടന് പിന്നെ ചിക്കൻ വിട്ടൊരു കളിയില്ലല്ലോ, എവിടെ ചെന്നാലും ചിക്കൻ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ നമ്മളൊരു മട്ടൻ ബിരിയാണിയാണ് അടുത്ത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ടോപ്പിങ്സ് അല്ല, അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കിട്ടുന്നത് എന്താ, ഇതുപോലത്തെ ഒരു ചമ്മന്തി കിട്ടും, പിന്നെ ഒരു അച്ചാറും പിന്നെ ഒരു ചെറിയ സാലഡുമാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വിശാലമായി എടുത്ത് വെച്ച് നമ്മുടെ ഫിഷ് കറി മീൽസൊക്കെ കഴിച്ചു, ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി എന്നാൽ ബൈ.